സതീശന്റെ ഭാഗത്തു നിന്ന് വരികയാണ്. അങ്ങനെ കേസിയാണ് മുഖ്യമന്ത്രിക്ക് ഉപതെരഞ്ഞെടുപ്പിന് ഇരിക്കൂര് പോവേണ്ടതില്ല, പറവൂർ ഒഴിഞ്ഞു കൊടുക്കാമെന്നാണോ? എന്റെ പ്രിയ സുഹൃത്തുക്കളെ, തീരുമാനം ഇന്നും ആയിട്ടില്ല. കേരളത്തിലൊരു മുഖ്യമന്ത്രി വേണമെന്ന് കോൺഗ്രസ്സുകാര് വിചാരിക്കുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. നാട്ടുകാർ വിചാരിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. കോൺഗ്രസ്സുകാർ തല്ലെല്ലാം കഴിഞ്ഞിട്ട് തീരുമാനിക്കണം. KC വേണോ, RC വേണോ, പിന്നെ ആരാ VD വേണോ എന്ന് പറയുന്ന ചർച്ച അവർ തന്നെയാണ് നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് അങ്ങ് ഡൽഹിയിൽ പോയിട്ടുള്ള കളിയായിരുന്നു. പക്ഷെ ഡൽഹിയിൽ പോയിട്ടും ചർച്ചയൊന്നും തീരുമാനമായിട്ടില്ല. ഇപ്പോഴിതാ ഒട്ടും വഴങ്ങിക്കൊടുത്തിട്ടില്ല. ഒരല്പം പോലും വഴങ്ങിക്കൊടുക്കാൻ VD സതീശൻ തയ്യാറല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ശരിയാണ്, VD സതീശൻ അത് തയ്യാറാവേണ്ട ആവശ്യമില്ലെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇലക്ഷന്റെ വിജയം മുഴുവൻ അർഹിക്കുന്നത് VD സതീശൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി മാത്രമാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ. ആസ് എ ഇടതുപക്ഷക്കാരൻ എനിക്ക് തോന്നുന്നത് അദ്ദേഹം തന്നെയാണ് അർഹനായിട്ടുള്ളത്. പക്ഷേ KCക്ക് മുഖ്യമന്ത്രിയാവണം. ഇനിയിപ്പോ എന്തിനാണ് KCക്ക് മുഖ്യമന്ത്രിയാവുന്നത്? നോക്കൂ, ഈ ഒരു ടേമോട് കൂടിയിട്ട് KCക്കുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും, കോൺഗ്രസ്സിൽ ഉള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ അവസാനിക്കുകയാണ്. അപ്പോൾ നല്ലൊരു സമ്മാനം കൊടുത്തിട്ട് അങ്ങോട്ട് നമ്മുടെ കേരളത്തിലേക്ക് അയക്കണ്ടേ? അങ്ങനത്തെ ഒരു തീരുമാനം ഒരുപക്ഷെ ഹൈക്കമാൻഡിന് ഉണ്ടായിരിക്കും, രാഹുൽ ഗാന്ധിക്ക് മറ്റും ഉണ്ടായിരിക്കും. അതിന്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രിയായിട്ട് അയക്കാം എന്ന തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്ന് മനസ്സിലാക്കുക. പക്ഷേ ഇപ്പോൾ രമേശ് ചെന്നിത്തല ഞാൻ ആളെ മാറിപ്പോകുന്നു. എന്തായാലും VD സതീശൻ ഒരല്പം പോലും നീക്കുപോക്കില്ല. ഞാനിപ്പോൾ മത്സരിച്ച് ജയിച്ചിരിക്കുന്ന സ്ഥലത്ത് വേണമെങ്കിൽ രാജിവെച്ച് മാറിക്കൊടുക്കാം. അദ്ദേഹം പറ്റുമെങ്കിൽ അവിടെ പോയിട്ട് മത്സരിച്ചിട്ട് എന്താണ് തന്റെ ശക്തി തെളിയിക്കട്ടെ എന്നാണ് ഇപ്പോൾ വെല്ലുവിളി. കേട്ടോ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. VD സതീശൻ നേരത്തെ തന്നെ ഇങ്ങനെയുള്ള സൂചന ലഭിച്ചതുകൊണ്ട് കടുത്ത ആവർഷമുണ്ട്. നേരത്തെ തന്നെ തീരുമാനിച്ച നിലപാടാണ്. അങ്ങനെ KC വേണുഗോപാലിനെ പാർലമെന്ററി പാർട്ടി നേതാവായി കൊണ്ടുവരികയാണെങ്കിൽ അവിടെ ഇരിട്ടിയിൽ പോയി മത്സരിക്കേണ്ട, പറവൂരിൽ മത്സരിക്കാൻ താൻ ഒഴിവാകാം, താൻ പറവൂർ മണ്ഡലത്തിൽ നിന്ന് രാജിവെക്കാം, അവിടെ KC വേണുഗോപാൽ മത്സരിച്ചോട്ടെ എന്ന നിലപാടാണ് അവിടെ ഹൈക്കമാൻഡ് മുന്നിലേക്ക് ഇപ്പോൾ VD സതീശൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതൊരു ഗംഭീര നിലപാടാണ് കേട്ടോ. കാരണം പറവൂർ എന്ന് പറയുന്നത് അത് VD സതീശന്റെ മാത്രം ഒരു സ്ഥലമാണ്. VD സതീശന്റെ ആളുകളുടെ സ്ഥലമാണ്. VD സതീശൻ സ്നേഹിക്കുന്ന ആളുകളുടെ സ്ഥലമാണ്. ധൈര്യമുണ്ടെങ്കിൽ അവിടെ പോയി മത്സരിക്ക് എന്നല്ലേ അത് ആ ഒരു വെല്ലുവിളിയുടെ അർത്ഥം എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു കേട്ടോ. നിർദ്ദേശം KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകട്ടെ. അങ്ങനെയെങ്കിൽ KC വേണുഗോപാലിന് മത്സരിക്കാൻ വേണ്ടി പറവൂർ മണ്ഡലം താൻ വിട്ടു നൽകാം എന്ന നിലപാടിലേക്ക് അവിടെ VD സതീശൻ എത്തുകയാണ്. അങ്ങനെ കടുത്ത നിലപാട് VD സതീശൻ, കടുത്ത അസംതൃപ്തിയിലാണ് VD സതീശൻ. ഏറ്റവും നിർണായകമായ ചർച്ചകൾ അവിടെ നടക്കുമ്പോൾ കടുത്ത അതൃപ്തിയിൽ VD സതീശൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന പറവൂർ വിട്ടു നൽകാം. KC വേണുഗോപാലാണെങ്കിൽ പറവൂർ താൻ വിട്ടു നൽകാൻ, ഇരിട്ടിയിൽ പോകേണ്ടതില്ല, ആലപ്പുഴയിൽ മത്സരിക്കേണ്ടതില്ല, പറവൂരിൽ മത്സരിക്കട്ടെ എന്ന നിർദ്ദേശമുണ്ട്. ഇപ്പോൾ ഏറ്റവും ചില നീക്കങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ മല്ലികാർജുൻ ഖാർഗെയുടെ എന്റെ സുഹൃത്തുക്കളെ, ഇതാണ് ഇന്നത്തെ നമുക്ക് കിട്ടിയ വാർത്ത. ഇതിനപ്പുറത്തേക്ക് വേറെ ഒന്നും സംഭവിക്കാനില്ല എന്ന് ഒരുപക്ഷെ കേരളത്തില് അത്യാവശ്യമൊക്കെ ആലോചിക്കുന്ന, ചിന്തിക്കുന്ന, രാഷ്ട്രീയം നോക്കുന്ന ആളുകൾക്ക് മുഴുവൻ അറിയാം. ഇതിനപ്പുറം വേറെ ഒന്നും സംഭവിക്കാനില്ല. എന്തായാലും ഇപ്പോൾ ചില പോസ്റ്റുകളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്തിങ്ങനെ വരുന്നുണ്ട്. അതിലത്തെ ഒന്ന് ഇങ്ങനെയാണ്: പിണറായി വിജയൻ കഴിഞ്ഞ 10 വർഷം കൊണ്ട് സമ്പാദിച്ച വെറുപ്പ് KC വെറും 48 മണിക്കൂറിൽ സമ്പാദിച്ചു. അത് കഴിഞ്ഞ് വേറൊന്നും ഇങ്ങനെയാണ്: അവസാന ചിരി KCയുടേതാകുമെന്നാണ് റിപ്പോർട്ടർ പറയുന്നത്. ഒരു സംശയമില്ല. അതിനിടയ്ക്കെതിരായി ഇങ്ങനെ ഒരു സാധനം വന്നിരിക്കുന്നു. മുഖ്യമന്ത്രിയാകാൻ അനുയോജ്യൻ ഡോക്ടർ ശശി തരൂർ കൂടിയുണ്ട്. പക്ഷേ ഇതിനെല്ലാം അപ്പുറത്ത് നോക്കൂ, ഈ ഒരു ഫോട്ടോകൾ നിങ്ങൾ കൃത്യമായിട്ടും ഒന്ന് നോക്കണം. ശശികല അടക്കമുള്ള ആളുകൾ, നമ്മുടെ നായർ നേതാക്കൾ അടക്കമുള്ള ആളുകൾ, നമ്മുടെ ജാതി സമവാക്യങ്ങൾ എല്ലാ നേതാക്കന്മാരും അത് കാണാം. ഈ പറയുന്ന നേതാക്കന്മാർക്ക് ആർക്കും VD സതീശൻ എന്ന് പറയുന്ന മനുഷ്യൻ മുഖ്യമന്ത്രി ആവുന്നതിൽ ഒട്ടുമേ താല്പര്യമില്ലാത്ത ആളുകളാണ്. ഇവരെല്ലാം ഒറ്റയ്ക്ക് മുൻകൂട്ടി തന്നെ പറയുന്നത് VD സതീശൻ മുസ്ലിങ്ങളുടെ ആളുകളാണ്. VD സതീശൻ നമ്മുടെ ലീഗിന്റെ തലയായിട്ട് ആടിക്കളിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ VD സതീശൻ മുഖ്യമന്ത്രി ആവരുത് എന്നുള്ളതാണ് ഇവരുടെ എല്ലാവരുടെയും ആഗ്രഹം എന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. നോക്കൂ, എത്രയോ ഈ ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഇത്ര ദിവസം കഴിഞ്ഞിട്ടും ഇത്ര ഈ കോമാളി കളികളൊക്കെ കളിക്കുന്നല്ലാതെ അതിനപ്പുറത്തേക്ക് വേറൊന്നും നടക്കുന്നില്ലല്ലോ എന്നൊക്കെ ആളുകളൊക്കെ സംശയിക്കുന്നുണ്ട്. ഈ മണിക്കൂറിലെ തീപിടിപ്പിക്കുന്ന അതിപ്രധാനമായ വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. സ്ക്രീനിൽ കാണാം അതിപ്രധാനമായ വിവരങ്ങൾ മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. കടുത്ത നിലപാടിലാണ് പ്രതിപക്ഷ VD സതീശനുള്ളത്. സതീശൻ ചർച്ചയിൽ
വഴങ്ങുന്നില്ല എന്ന സൂചന ഈ ചർച്ച തുടങ്ങിയപ്പോൾ ഇപ്പോ എല്ലാരും പറയുന്നത് സതീശൻ വഴങ്ങുന്നില്ല, സതീശൻ ചർച്ചയിൽ വഴങ്ങുന്നില്ല എന്നുള്ള രീതിയിൽ വർത്തമാനം മാത്രമാണ് ഇപ്പോൾ കേൾക്കുന്നത്. സതീശൻ എന്തിനു വഴങ്ങണം? സതീശൻ ചർച്ചയിൽ എന്തിനു വഴങ്ങണം? ഈ ഒരു ഇലക്ഷന് വേണ്ടിയിട്ട് അഹോരാത്രം പ്രവർത്തിച്ച ആ പാവം മനുഷ്യൻ എന്തിനു വഴങ്ങിക്കൊടുക്കണം? ഇനി അങ്ങോട്ട് നമ്മൾ കാണാൻ പോകുന്ന ചില്ലറ കളികളൊന്നും ആവില്ല എന്ന് മനസ്സിലാക്കുക. നോക്കൂ, ഈ കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് 24 മണിക്കൂറും എന്ന നിലയ്ക്ക് മാധ്യമങ്ങളുടെ മുന്നിൽ വന്നു നിന്നുകൊണ്ട് സംസാരിച്ചിരുന്ന, നുണകൾ പറഞ്ഞിരുന്ന ആ ഒരു മനുഷ്യന് ഇപ്പൊ ഒരു വാക്കും പറയാനില്ല. അദ്ദേഹം ഈ ചർച്ച എല്ലാം കഴിഞ്ഞിട്ട് ഡൽഹിയിൽ നിന്ന് പോകുന്ന കാഴ്ച നോക്കൂ. തീരുമാനം ഉണ്ടായേക്കോ? മുഖ്യമന്ത്രിയെ പ്രതീക്ഷിക്കാമോ? ഞാൻ നോക്കൂ, നിങ്ങൾക്ക് അവിടെ കാണാം, ഒരു വാക്കുരിയാടുന്നില്ല. വി.ഡി. സതീശൻ ഒരു വാക്ക് പോലും പറയുന്നില്ല. കൃത്യമായിട്ടും നിങ്ങൾ പിന്മാറുമോ എന്നോ നിങ്ങൾക്ക് തന്നെ മുഖ്യമന്ത്രിയാകണമെന്നുള്ള ചോദ്യങ്ങൾക്കൊന്നും ഒരു ഉത്തരം പോലും വി.ഡി. സതീശന് പറയാനില്ല. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നാടകങ്ങൾ കൂടി തുടങ്ങിയിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് 2 ദിവസം മുമ്പാണ്, ഇന്നലെയാണ് ഒരുവൻ ശരീരത്തിൽ പെട്രോൾ ഒഴിച്ചിട്ട് വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആയിരിക്കും ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞത്. ഇന്ന് ഒരു വൃദ്ധൻ ശയന പ്രദക്ഷിണം നടത്തുന്നുണ്ട്. എനിക്കിതൊന്നും കാണാൻ വയ്യ കേട്ടോ. എന്തൊരു കഷ്ടമുള്ള കാഴ്ചയാണെന്ന് ആലോചിച്ചു. കൊച്ചുമോനാണോ നിൽക്കുന്നത്? അറിയില്ല. പെട്രോൾ ഒഴിച്ച് ആത്മഹത്യ നാടകത്തിന് ശേഷം ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ശയന പ്രദക്ഷിണ നാടകമാണ്. ഒരു പാവം വൃദ്ധൻ അവിടെ കിടന്ന് ഉരുളാണ്. ഇങ്ങനെ ഉരുണ്ട് എങ്ങനെയെങ്കിലും തൻ്റെ നേതാവിനെ വി.ഡി. സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള കഠിന ശ്രമങ്ങളാണ് അണികൾ മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് തന്നെയാണ്. റിപ്പോർട്ടർ ചാനലിൻ്റെ ഈ ഒരു എഴുത്ത് തന്നെയാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. മിക്കവാറും ഇതിനാണ് സാധ്യത ഏറ്റവും കൂടുതൽ. അവസാനത്തെ ചിരി കെ.സിയുടേതാകും. അങ്ങനെ അവസാനത്തെ ചിരി കെ.സിയുടേതായി മാറുകയാണെങ്കിൽ അത് ഒരു കരച്ചിലാണ് അവസാനിക്കുക. അവസാനത്തെ കരച്ചിൽ അത് മിക്കവാറും വി.ഡി. സതീശനടക്കമുള്ള ആളുകളുടേതായിരിക്കും. ആർസിക്കൊന്നും അതിനുള്ള അർഹതയുണ്ടോയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എന്തായാലും എൻ്റെ പേഴ്സണലി നോക്കുകയാണെങ്കിൽ അവസാനത്തെ കരച്ചിൽ അത് വി.ഡി. സതീശൻ്റെ ആയിരിക്കും. ഇങ്ങനെ കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി ആവുകയാണെങ്കിൽ അടുത്ത നിമിഷങ്ങളിൽ എന്തൊക്കെ ബോംബുകളായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ ബോംബല്ല കേട്ടോ. ചില രഹസ്യങ്ങൾ എന്തൊക്കെയായിരിക്കും കേരളത്തിൽ മറ്റുള്ള ആളുകൾ കരുതി വെച്ചിട്ടുണ്ടായിരിക്കുക ഇദ്ദേഹത്തെ താഴെ ഇറക്കാൻ എന്ന് മാത്രം ഇനി നമ്മൾ ആലോചിച്ചാൽ മതി. ബൈ.